എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഫിഷ് ഫ്രൈയുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം ദിവസങ്ങൾ തന്നെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒരു മസാല റെഡിയാക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് മീനും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലധികവും മീൻ തന്നെ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാറിയൊന്നും പോകില്ല. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അതായത് നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം. എന്നാലേ ഇത് കുറച്ചധികം ദിവസം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ കാണുന്നത് പോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതെല്ലാം ഇതിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള മീൻ കൂടി നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. എല്ലാ മീനുകളും ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു മസാല റെഡിയാക്കേണ്ടതുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിനു വേണ്ടി മസാല ശരിയാക്കുന്നതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ബാലൻസ് ഉള്ള എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം പോരാ, ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് ഇതിൽ മാറ്റം വരും. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയാൽ മാത്രം പോരാ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് എരിവും ഇഷ്ടമാണെങ്കിൽ ഈ സമയം എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണവും മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ പാകം ഒന്ന് നോക്കി വേണ്ട വിധത്തിൽ നമുക്കിത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശേഷം അതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മീൻ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ മുഴുവനത്തോടെ അല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്, 2ആയിട്ട് കട്ട് ചെയ്താണ് മീൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. മീനിലെ മസാല എല്ലാം നല്ലോണം പിടിക്കുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്.
അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം 2 പച്ചമുളക് ഞാൻ നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറമെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 4-5 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. നമുക്ക് അധികം മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് മാത്രം ചൂടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.